മനഃകൃതകൃതം രാമ ന ശരീരകൃതം കൃതം ഏനൈവാലിംഗ്യതേ ജായ തേനൈവാലിംഗ്യതേ സുതാഹ. ഭാര്യയെ ആലിംഗനം ചെയ്യുമ്പോൾ കർമ്മവും മകളെ ആലിംഗനം ചെയ്യുമ്പോഴുള്ള കർമ്മവും ശാരീരികമായി ഒന്നെങ്കിലും ഒന്നല്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ മകളെ ആലിംഗനം ചെയ്യുന്നതും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ആലിംഗനം ചെയ്യുന്നതും സ്ത്രീ പുരുഷാലിംഗനത്തിൻ്റെ ഭാഗമാണെങ്കിലും രണ്ടും ഒന്നാണോ? അല്ല. ഒരേ കർമ്മം ഒന്നല്ലെന്ന് പറയുന്ന വിഡ്ഢികൾ. നിങ്ങളുടെ ഭൗതിക ശാസ്ത്രപ്രകാരം നിങ്ങളുടെ ഗ്ലാൻഡുകളിലെ പരിണാമം, നിങ്ങളുടെ മസ്തിഷ്കത്തിലെ പരിണാമം, നിങ്ങളുടെ അഡ്രീനാലിലെ പരിണാമം, റിയർ അഡ്രീനാലിലെ പരിണാമം, നിങ്ങളുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളിലെ പരിണാമം, നിങ്ങളുടെ കണ്ഠഗോളകങ്ങളിലെ തൈറോയിഡിലെ പരിണാമം, നിങ്ങളിലെ പുരുഷ ഗ്രന്ഥിയിൽ സ്ത്രീ ഗ്രന്ഥിയിൽ രൂപാന്തരപ്പെടുന്ന പരിണാമങ്ങൾ, ഇവയൊക്കെ ശാരീരികം എന്ന് പറയുന്ന ഈ രണ്ടാലിംഗനങ്ങളിൽ ഒന്നല്ല. ആദ്യത്തെ ആലിംഗനത്തിൽ സർജീകരിച്ച ഇന്ദ്രിയങ്ങളും അവയവങ്ങളും പലതും രണ്ടാമത്തെ ആലിംഗനത്തിൽ നിശബ്ദവും മറ്റു പല ഇന്ദ്രിയങ്ങളും പല ഗ്ലാൻഡുകളും പല ആന്തരിക അവയവങ്ങളും സർജനത്തിൻ്റെ വേറൊരു മേഖലയിലാണ്. മാനവ സർജിത ചൈതന്യത്തിന് തന്നെ മാറ്റമുണ്ടാക്കുന്ന രണ്ടാലിംഗനങ്ങൾ. 1 മണിക്കൂറിനുള്ളിൽ ഈ രണ്ടാലിംഗനങ്ങൾ നിങ്ങൾ ചെയ്താൽ മനസ്സിന് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ 2 തരത്തിൽ പരിണമിപ്പിക്കാമെങ്കിൽ മനസ്സെന്ന വിഭൂതിക്ക് മുമ്പിൽ ഈ വിശ്വം മറിഞ്ഞു മറയാൻ, ഈ ശലഭം ഉയിർകൊള്ളാൻ മണിക്കൂറുകൾ വേണ്ട, നിമിഷങ്ങൾ മതി. മനസ്സെന്നത് നേരെയെങ്കിൽ ഇതിന് നിങ്ങൾ തലയും കുത്തി നീക്കണ്ട. ഇതിന് മടങ്ങാത്ത കാലുകൾ മടക്കണ്ട. വൾക്കനൈസ് ചെയ്തു പോയല്ലോ കാലിനി, അടുത്ത ജന്മത്തിൽ നോക്കാമെന്നോർത്ത് വിലപിക്കണ്ട. ഇതിന് തുണിയും കസേരയും മാറി വാങ്ങണ്ട. ഇതിനിരിപ്പിടങ്ങളിൽ മാനിനെ കൊന്ന് തോലെടുക്കണ്ട. അയത്ന ലളിതവും അത്യന്ത ശോഭായമാനവും അതീവ നിരുപദ്രവകരവും 100% അഹിംസാത്മകവും സത്യവാക്കുമാണിത്. ഇതിൻ്റെ ചിന്ത പോലും ആനന്ദത്തെ പ്രസരിപ്പിക്കും. ഇതിൻ്റെ മതിൽക്കെട്ടിനുള്ളിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആനന്ദമുണ്ടാകുമെങ്കിൽ മതിലിന് പൊക്കത്തിൽ നിന്ന് നോക്കിയാൽ എത്ര ആനന്ദമുണ്ടാവും, അതിലേക്ക് വീണാൽ എന്തായിരിക്കും? ഇതിലാത്മാവിൻ്റെ നിതാന്ത നിനദമുണ്ടാവും. നിശബ്ദമായി, പരയായി. ആ പരയുടെ അത്യുദാരതകളിൽ നിന്ന് പശ്യന്തിയും മധ്യമയും വൈഖരിയും മനോഹരമായി വരികയും ചെയ്യും. ആ വൈഖരികൾക്ക് പോലും പരയുടെ നീലിമ സ്പർശമുണ്ടാവും. അവിടെ വാക്കുകളും വർണ്ണങ്ങളും വരകളും ആനന്ദരൂപമാവുകയും ചെയ്യും. ബഹിരംഗ സാധനയുടെ സ്വരൂപവും ഹേതുവും ഫലവും നന്നായറിഞ്ഞ് അതിനെ വിട്ട് അന്തർയോഗത്തിലേക്ക് പരിണമിക്കുമ്പോൾ ഇതാണ് ഗതി. ജസ്റ്റ് ഓർമ്മിപ്പിച്ചുവേ ഉള്ളൂ. ഓർമ്മ അഗാധമായൊരു നിശബ്ദതയിൽ നമ്മെ കൊണ്ടെത്തിച്ചുവെങ്കിൽ ആ നിശബ്ദതയിൽ അച്ഛൻ എവിടെയെന്ന്, അമ്മ എവിടെയെന്ന്, മക്കൾ എവിടെയെന്ന്, വീട്ടിൽ കെട്ടിവെച്ച പണമെന്ന് എവിടെയെന്ന്, ബാങ്ക് ബാലൻസ് എവിടെയെന്ന്, ശത്രു എവിടെയെന്ന്, മിത്രം എവിടെയെന്ന്, നാളത്തെ ആഹാരം എവിടെയെന്ന്, മറ്റന്നാൾ വാങ്ങേണ്ട ഭൂമിയുടെ അഡ്വാൻസ് എവിടെയാണെന്ന് ഓർമ്മിച്ചിരുന്നുവോ? ആ ഓർമ്മകളുടെ അസ്വസ്ഥതകളും ഏതോ ഒരു നിമിഷത്തിൽ അവാച്യമായി അസ്തമിച്ചു പോയ
ആ ഓർമ്മകൾ അസ്തമിച്ച മുഹൂർത്തങ്ങളിലെ നിശബ്ദതയിൽ ഏതോ ഒരു ആനന്ദവും കിട്ടിയെങ്കിൽ ഈ നിശബ്ദത നിത്യനിതാന്തമായി നിലനിർത്തിക്കൊണ്ട് കർമ്മരംഗങ്ങളിൽ അനിച്ഛാപൂർവം മാത്രം വിചരിക്കുന്ന ഒരു ജീവൻ്റെ സമസ്യ എന്തെന്ന്. അച്ഛനല്ലാതെ അച്ഛനായി, അമ്മയല്ലാതെ അമ്മയായി, മകനല്ലാതെ മകനായി, മകളല്ലാതെ മകളായി, അവകാശങ്ങളില്ലാത്ത ഒരു ലോകത്ത് ഏതുത്തരവാദിത്വവും പ്രകൃത്യാ വന്നു ചേർന്നാൽ അതെല്ലാം എൻ്റേതാണെന്ന ഉത്തരവാദിത്വപൂർവകമായ അച്ചടക്കത്തിൽ ഉതിർന്ന് ഈ ഭൂമിയിൽ ജനിച്ചു എന്നതല്ലാതെ യാതൊരവകാശവും എനിക്ക് ഈ ഭൂമിയിലില്ലെന്ന് എൻ്റെ ജനനം കൊണ്ട് ജന്മജന്മാന്തരങ്ങളിൽ തുടങ്ങി വെച്ച് ആയിരം സങ്കല്പങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാണ് എന്നെ നീക്കുന്നതെന്ന്, അവയുടെ തീരുവയാണ് എൻ്റെ തീരുവയെന്ന് തിരിച്ചറിയുന്നൊരു നിമിഷം. എനിക്കൊരവകാശവും നിങ്ങളോട് ചോദിക്കുവാനില്ല. എൻ്റെ അച്ഛനാണ് നിങ്ങൾ. എനിക്കൊട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്നെ അതിനനുവദിക്കണം. അവിടുത്തെ പാദങ്ങൾ തലോടുവാൻ, അവിടുത്തേക്ക് ആഹാരം തരുവാൻ, അങ്ങയെ പരിചരിക്കുവാൻ, അങ്ങയ്ക്ക് അസുഖം വന്നാൽ അതെൻ്റേതാണെന്നോർത്ത് തീർക്കുവാൻ. അല്ലയോ ധന്യാത്മാവേ, എൻ്റെ ഈ കർത്തവ്യ കർമ്മങ്ങളൊന്ന് തീർത്ത് ഞാൻ ആ ബന്ധത്തിൽ നിന്ന് ഒന്ന് മുക്തനായിക്കോട്ടെ. അതിനെന്നെ അനുഗ്രഹിക്കണമേ എന്ന്. അവിടുന്ന് എനിക്ക് അമ്മയാണ്, ഞാൻ അവിടുത്തെ മകനാണ്. എനിക്കൊന്നും അവകാശപ്പെടാനില്ല. എനിക്ക് അവിടുത്തേക്ക് ചെയ്യുവാനുണ്ട്. അതിനെനിക്ക് ഓർമ്മയും അതിന് വേണ്ടുന്ന സൗകര്യവും അവിടുത്തെ അനുഗ്രഹത്തിൽ നിന്നുണ്ടാകണമേ എന്ന ഒരു പ്രാർത്ഥനയല്ലാതെ ഒന്നും ഞാൻ അവിടുത്തോട് അവകാശമായി ഉന്നയിക്കുന്നില്ല. പുത്ര, നീ എനിക്ക് പുത്രനാണ്. ഒരച്ഛൻ്റെ കർമ്മങ്ങൾ, കർത്തവ്യങ്ങൾ നിനക്കു വേണ്ടി ചെയ്യാൻ എന്നെ അനുവദിക്കുക മാത്രം ചെയ്യണമേ എന്ന്. നിന്നോടൊരവകാശവും എനിക്ക് ഉന്നയിക്കുവാനില്ല. നിന്റെ ജീവിതം സ്വതന്ത്രവും സ്വച്ഛവുമാണ്. എൻ്റെ ഈ ശരീരം നിന്നോടുള്ള ബന്ധത്തിൻ്റെ തലങ്ങളിൽ ദുഃഖിക്കാതിരിക്കുവാൻ നീ എങ്ങനെയാകണമെന്നത് എനിക്ക് പ്രശ്നമല്ല. ഞാൻ എങ്ങനെയാകണമെന്നുള്ളത് എനിക്ക് പ്രശ്നമാണ്. ഈ ദർശനം വേറെയാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ദർശനമല്ലിത്. നിങ്ങൾ ഇതുവരെ പഠിച്ച ദർശനമൊക്കെ ഇതിന് വിപരീതമാണ്. ഇതെൻ്റെ ആത്മാവിൻ്റെ ദർശനമാണ്. ഇതെന്നെ ഞാൻ കണ്ടെത്തുന്ന ദർശനമാണ്. ഇതെന്നെ പരിണമിപ്പിക്കുന്ന ദർശനമാണ്. എന്നെ ജഗദീശ ഉത്സംഗത്തിൽ എത്തിക്കുന്ന ദർശനമാണ്. ഇവിടെ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇവിടെ എനിക്ക് കിട്ടുന്നത് ആത്മാവ് മാത്രമാണ്.